Hello everyone, welcome again to my channel. ഞാൻ സംഗീത. നിങ്ങൾക്ക് നല്ല ബിരിയാണി കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? പക്ഷെ വണ്ണം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ കൂടുതൽ കാലറീസ് കയറണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ കൺട്രോൾ ചെയ്ത് ഇരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ് അല്ലേ? എന്നാൽ ഡോണ്ട് വറി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്, ഷെയർ ചെയ്യാൻ പോണത് ലോ കാലറി ആയിട്ടുള്ള വെജ് ബിരിയാണി. അബ്സല്യൂട്ട്ലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നല്ല പോഷകം അടങ്ങിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ് ഇത്. അബ്സല്യൂട്ട്ലി ലോ ഇൻ കാലറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഇത് ഒരു കുറ്റബോധവും തോന്നാതെ, ഒരു ഗിൽട്ടും തോന്നാതെ സമാധാനമായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന സംഭവമാണിത്. ഇത് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ക്വിക്ക് ആയിട്ടുള്ള റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിന്, വർക്കിംഗ് വുമന്, ടീനേജേഴ്സിന് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. വെറും 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ വെജിറ്റബിൾ ബിരിയാണി. അപ്പോൾ ഈ ലോ കാലറി റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? ബിരിയാണിക്ക് നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതെടുത്താൽ മതി കേട്ടോ, അത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബീറ്റ്റൂട്ട് ആണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് ബീറ്റ്റൂട്ട് എടുക്കുക, അതൊക്കെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക. എല്ലാ വെജിറ്റബിൾസും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്യാം, മറ്റ് വെജിറ്റബിൾസ് ക്യാപ്സിക്കൊക്കെ ആഡ് ചെയ്യാം കേട്ടോ, നോട്ട് ആൻ ഇഷ്യൂ. ഞാൻ ഇത്രേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു സവാള നല്ല നീളത്തിൽ അരിയാട്ടോ, തിന്നായിട്ട് സ്ലൈസ് ചെയ്യുക. പിന്നെ ഒരു പച്ചമുളക് നടുവിൽ കീറിയിട്ട് ഇട്ടാൽ മതി. ഒരെണ്ണം മതി. നിങ്ങൾക്ക് ഈ സ്പൈസി വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതലിടാം. ഇനി ഒട്ടും സ്പൈസി വേണ്ടെങ്കിൽ ഈ പച്ചമുളക് ഒഴിവാക്കാം കേട്ടോ. ഇനി മെയിൻ ആയിട്ടുള്ള സംഭവം ബസ്മതി റൈസ്. അപ്പോൾ 1 കപ്പ് ബസ്മതി റൈസ് എടുക്കാൻ ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ നല്ല നീളത്തിലുള്ള അരിയാണ് എടുത്തേക്കുന്നത്. ആക്ച്വലി ഈ ഒരു റെസിപ്പിക്ക് നല്ല നീളത്തിലുള്ള ബസ്മതി റൈസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. 1 കപ്പ് ബസ്മതി റൈസ് നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിൽ 20 മിനിറ്റ് കുതിരാനായിട്ട് വെക്കാം. 1 കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ദേ ഈ മെഷറിംഗ് കപ്പാണ്. ഇത് യൂഷ്വലി ബേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന മെഷറിംഗ് കപ്പില്ലേ, അതാണ്. അപ്പോൾ അതിലത്തെ 1 കപ്പാണ് എടുക്കേണ്ടത്. നമ്മൾ കുക്കിംഗ് ചെയ്യാൻ പോകുന്നത് പ്രഷർ കുക്കറിലാണ്. അപ്പോൾ വേറെ ചട്ടികളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ, ഓലിവ് ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഗീ പരമാവധി ഒഴിവാക്കുക, കാരണം അത്രയും കാലറീസ് ഉണ്ട് അതിൽ. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണം നിർബന്ധമാണെങ്കിൽ യൂസ് ചെയ്തോളൂ, പക്ഷെ വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം ഇടുക, 1/2 ടീസ്പൂൺ ജീരകം ഇടുക. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് പെരിഞ്ജീരകമാണ്. എനിക്ക് പെരിഞ്ജീരകത്തിൻ്റെ മണവും ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് സാധാ ജീരകം ഇടാം. എന്നിട്ട് അതിലേക്ക് 1 ഇഞ്ച് കറുവപ്പട്ട, ഓക്കെ, സിനമൺ സ്റ്റിക്ക്, അത് 1 ഇഞ്ച് ഇടുക. 2 ഏലക്ക, 3 കറിയാമ്പൂ, അത്ര മതി. അത് കുറച്ചൊന്ന് വഴട്ടിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ഇടാം. അടുത്തത് ഞാനിവിടെ കുറച്ച് വേപ്പില ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് കരിയാമ്പൂ ഏലക്ക ഇടുന്ന സമയത്ത് ബേ ലീഫ് ഇട്ടോളൂ. എൻ്റെ ഇല്ലാത്തതാണ് ഞാനിപ്പോൾ വേപ്പില ഇട്ടേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. എന്നിട്ട് നല്ലോണം വഴറ്റാം. പച്ചമുളകിൻ്റെയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ വഴറ്റാം. അത് പോയി കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഫുള്ളും ഇടുക. എന്നിട്ടൊരു 2 മിനിറ്റ് നല്ലോണം അതൊന്ന് കുക്ക് ചെയ്യുക. 2 മിനിറ്റ് ആ വെജിറ്റബിൾസ് കുക്ക് ചെയ്തതിന് ശേഷം കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും ഇടാം. എന്നിട്ട് നല്ലോണം വഴറ്റുക ഫോർ 1 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുന്നതിൻ്റെ അളവ് ഞാനിവിടെ പറയുന്നില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് മുങ്ങിക്കിടക്കണം, അത്രയേ ഉള്ളൂ. ഇനി അരി ഇടുന്നതിന് മുന്നേ തന്നെ ഞാൻ ഉപ്പിടാണ് ഇവിടെ. ഓക്കെ, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് ഇടാവുന്നതാണ്, നോട്ട് ആൻ ഇഷ്യൂ. ഓക്കെ, 1/2 ടീസ്പൂൺ ഞാനിപ്പോൾ ഇട്ടു. എന്നിട്ട് നമ്മൾ കുതിർത്തി വെച്ചേക്കുന്ന ബസ്മതി റൈസ് ഇപ്പം ഇതിലേക്ക് ഇടാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. എന്നിട്ട് അരിയൊക്കെ നല്ലോണം മുങ്ങി കിടക്കണം. ഇതുപോലെ കിടക്കുന്നില്ല, നിങ്ങളുടെ അരി കുറച്ച് പൊന്തി നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. അധികം വെള്ളം ആവരുത്, കാരണം നമ്മൾ ഇത് കുക്കറിലിട്ട് ഒരൊറ്റ വിസിലിന് അടിക്കാൻ പോവുകയാണ്. ഇത്ര വെള്ളം നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ, എല്ലാം ഒന്ന് മുങ്ങി കിടക്കണം. ആ ഒരു അളവിൽ വേണം നിങ്ങൾ വെള്ളം ഒഴിക്കാനായിട്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരെ കുക്ക് ചെയ്യാനായിട്ട് വെക്കുക. 1 വിസിൽ കഴിഞ്ഞാൽ മാറ്റി വെക്കുക. അതിൽ ഫുൾ പ്രഷർ താനേ പോകണം. നമ്മളായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയൊന്നും പ്രഷർ കളയേണ്ട ആവശ്യമില്ല, അത് താനേ പോകണം. എന്നാൽ മാത്രമേ നമ്മൾ ഉള്ളിലിട്ടേക്കുന്ന അരിയും വെജിറ്റബിൾസും ഒക്കെ പ്രോപ്പർ രീതിയിൽ കുക്ക് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഫൈനൽ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലോ കാലറി വെജിറ്റബിൾ ബിരിയാണി. സോ റിച്ച്, സോ ന്യൂട്രീഷ്യസ്,
സോ ലോ ഇൻ കാലറി. ഈ ശരിക്കും പറഞ്ഞാൽ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല, ഈവൻ കൊച്ചു കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന അത്രയും ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. ഒരു പച്ചമുളക് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി വേണമെങ്കിൽ കുരുമുളക്, ഗരം മസാല ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. നല്ലൊരു ബിരിയാണിയുടെ ടേസ്റ്റ് എനിക്ക് തോന്നി കേട്ടോ. ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടക്കറി ഉണ്ടാക്കാം, ചിക്കൻ കറി ഉണ്ടാക്കാം, മട്ടൻ കറി, നിങ്ങൾ ഇഷ്ടാനുസരണം ഏത് കറി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ജസ്റ്റ് സൈഡിൽ ഒരു യോഗർട്ട് സാലഡ് ഉണ്ടാക്കി. എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ, അപ്പോൾ യോഗർട്ട് സാലഡിൽ ഒന്നുമില്ല, കുറച്ച് യോഗർട്ട് എടുത്തു, അതിലേക്ക് കുറച്ച് കുക്കുംബർ കട്ട് ചെയ്തിട്ടു, ഉപ്പിട്ടു, അത്ര തന്നെ. വേറെ ഒരു സംഭവം ആഡ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബിരിയാണിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇടണം. അത് സാധാരണ നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ്, കുറച്ച് കാഷ്യൂ നട്ട്സ്, കിസ്മിസ്, അതുപോലെ തന്നെ കുറച്ച് ഉള്ളി, സവാള ഒക്കെ നല്ല വഴറ്റിയ ബ്രൗൺ ആക്കിയ സവാള ഒക്കെ ഇടില്ലേ, അതുപോലെ അങ്ങനെ ഇടണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. അതൊക്കെ എക്സ്ട്രാ കാലറീസ് ആയതുകൊണ്ടാണ് ഞാൻ അതൊക്കെ അവോയ്ഡ് ചെയ്തത്. നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. ഇതിങ്ങനെ കഴിച്ചാലും വളരെ ടേസ്റ്റിയാണ്. ഓക്കെ, പിന്നെ ഞാനിത് കുക്കർ തുറന്നു കഴിഞ്ഞ് അരിന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ പിന്നീട് ഞാൻ ഉപ്പ് കുറച്ച് ഇട്ടിരുന്നു. ഉപ്പൊക്കെ ബാലൻസ് ചെയ്തിട്ടാണ് ഈ ഫൈനൽ സംഭവം നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ കണ്ടല്ലോ, വളരെ എളുപ്പമുള്ള സംഭവമാണ്. നിങ്ങൾ വിശ്വസിക്കില്ല, ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ നല്ലൊരു വെജിറ്റബിൾ ബിരിയാണി കഴിക്കുന്ന പോലെ തോന്നും. ആൻഡ് വളരെ ഫില്ലിംഗ് ആണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാത്രി ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും കഴിക്കാനേ തോന്നില്ല. വളരെ കുറച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഗിൽറ്റ്, നിങ്ങളുടെ മനസ്സ് നിറയെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. ആൻഡ് പ്ലസ് നിങ്ങൾക്ക് ഡയറ്റും നോക്കാം. അപ്പോൾ ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാനുള്ള നല്ല ഊർജ്ജം കിട്ടും. കാരണം അത്രയും നല്ല വെജിറ്റബിൾസ് അടങ്ങിയിട്ടുള്ള ഒരു വെജ് പുലാവ്, വെജ് ബിരിയാണിയാണിത്. നല്ല ഡയറ്റും നല്ല എക്സസൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ല ഹെൽത്തിയും ഫിറ്റുമായിട്ടുള്ള ബോഡി ഉണ്ടാവും. സോ വിത്ത് ദാറ്റ് തോട്ട്, എല്ലാവരും ഈ വെജ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് സെക്ഷനിൽ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ്, പിന്നെ ഫീഡ്ബാക്ക് അത് മറക്കില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രം മീ. ടാറ്റാ.